മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ കേരള പാഠാവലിയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഉജ്ജ്വല ഹൃദയസ്പന്ദങ്ങൾ എന്ന 4ാമത്തെ യൂണിറ്റിലുള്ള ആദ്യത്തെ പാഠഭാഗമായ സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന പാഠഭാഗമാണ്, നോവൽ ഭാഗമാണ് കേട്ടോ ഇത്. അപ്പൊ ഇനി ഉള്ള ദിവസങ്ങളിൽ നമുക്ക് കേരള പാഠാവലിയിലുള്ള പാഠങ്ങൾ കുറച്ചുകൂടെ എന്ത് ചെയ്യാം, ഡീറ്റെയിലായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. കാരണം മലയാള സെക്കൻഡ് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, എല്ലാ ചാപ്റ്റേഴ്സും അല്ലെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ഇതുപോലെയുള്ള മലയാള ഫസ്റ്റിലുള്ള പാഠങ്ങൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് എന്ത് ചെയ്യുക, മക്കൾ കമന്റ് ചെയ്യുക. അതിനനുസരിച്ച് ടീച്ചർ എന്ത് ചെയ്യാം, കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് നമുക്ക് മലയാളം ഫസ്റ്റും എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് പരീക്ഷയ്ക്ക് മുൻപേ നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന് പറയുന്നത് ഒരു നോവൽ ഭാഗമാണ് എന്ന് ടീച്ചർ പറഞ്ഞു അല്ലെ. ഖദീജ മുംതാസ് ആണ് ഈ നോവൽ എഴുതിയിട്ടുള്ളത്. അവരുടെ നീട്ടിയ എഴുത്തുകൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ് നമ്മുടെ പാഠസന്ദർഭം. ആരാണ് ഖദീജ മുംതാസ് എന്ന് പറയുന്നത്? മലയാളത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യകാരി. നോവലുകളാണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട. ബെർസ എന്ന് പറയുന്നവരുടെ നോവലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമൊക്കെ 2010 ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപാട് കൃതികൾ മലയാളത്തിൽ എഴുതിയിട്ടുള്ള എഴുത്തുകാരികളിൽ ഒരാളാണ് ആര്, ഖദീജ മുംതാസ് എന്ന് പറയുന്നത്. അപ്പൊ ബെർസ എന്നുള്ള നോവൽ സൗദി അറേബ്യയിലെ പ്രവാസികളായിട്ടുള്ള 2 ഡോക്ടർമാരുടെ കഥയാണ് പറയുന്നത്. ഈ നോവലിലും എന്താണ്, ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥയിലൂടെയാണ് ഈ കഥയും നോവലും സഞ്ചരിക്കുന്നത് അല്ലെ. അപ്പൊ തൃശ്ശൂർ ജില്ലയില് കാട്ടൂരിലാണ് ഖദീജ മുംതാസ് ജനിച്ചിട്ടുള്ളത്. അവർ MBBS കഴിഞ്ഞ് ഗൈനക്കോളജിയിലാണ് അവർ MD ഒക്കെ ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു ഒരുപാട് കാലം അവര് ജോലിയൊക്കെ ചെയ്തിട്ടുള്ളത്. അവര് ഇപ്പോൾ മലയാളം സർവകലാശാലയിലെ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ അക്കാദമിക് കൗൺസിൽ അംഗമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ. അങ്ങനെ ഒരുപാട് മേഖലകളിൽ എന്താണ് തന്റെ സാന്നിധ്യം അല്ലെ അറിയിച്ചിട്ടുള്ള ഒരുപാട് സംഭാവനകൾ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ള എഴുത്തുകാരികളിൽ ഒരാളാണ് ആര്, ഖദീജ മുംതാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു നോവൽ എന്ന് പറയുന്നത് ഏതാണ്, നോവലിന്റെ പേര് നീട്ടി എഴുത്തുകൾ എന്നാണ്. നോവലിലെ ഒരു ഭാഗമാണ് നമ്മളുടെ പാഠസന്ദർഭം. അപ്പോൾ സാധാരണ ഒരു നോവൽ മാത്രമല്ല, ഡോക്ടർ ആവാൻ ആഗ്രഹിച്ച ഒരു കുട്ടിയുടെ കഥ മാത്രമല്ല നോവലിൽ പറയുന്നത്. ഇന്ത്യയുടെ ചരിത്രവും കേരളത്തിന്റെ നവോത്ഥാന ചരിത്രവും ചേർത്ത് വെച്ചുകൊണ്ട് മൂന്ന് തലമുറയിലുള്ള സ്ത്രീകളുടെ ജീവിതത്തെയാണ് എന്ത് ചെയ്യുന്നത്, നോവലിൽ ആവിഷ്കരിക്കുന്നത്. ആദ്യം എന്താണ്, ഡോക്ടർ ആവാൻ തീവ്രമായി ആഗ്രഹിച്ച ഐഷു എന്ന് പറയുന്ന കഥാപാത്രം, ഐഷുവിന്റെ മകൾ മെഹറിന്റെ ഇനിയും പിറന്നിട്ടില്ലാത്ത മകൾ ദിയ എന്നിവരാണ് നോവലിലുള്ള പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. അതോടൊപ്പം കേരളത്തിലുള്ള ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും മുസ്ലിം സമുദായത്തിനുള്ളിലുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുകയൊക്കെ ചെയ്തിട്ടുള്ള മുഹമ്മദ് അബ്ദുറഹ്മാനും അബ്ദുറഹ്മാൻ സാഹിബും അതേപോലെ സെയ്ദ് മുഹമ്മദും ഒക്കെ എന്താണ് നോവലില് കഥാപാത്രങ്ങളായി കടന്നു വരുന്നുണ്ട്. ഐഷുവും മെഹറിനും ദിയയും ഒക്കെ ഏകാന്തമായിട്ടുള്ള ഒരു സാങ്കല്പിക ദ്വീപിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, സംഗമിക്കുന്നത് കേട്ടോ. അവിടെ നിന്നാണ് നോവൽ ആരംഭിക്കുന്നത്. തുടർന്ന് ഐഷുവിന്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളിലൂടെ കഥ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. വല്യമാമ എന്ന് വിളിക്കുന്ന സെയ്ദ് മുഹമ്മദും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും ഒക്കെ നടത്തുന്ന രാഷ്ട്രീയവും സാമുദായികമായിട്ടുള്ള പരിഷ്കരണ പ്രവർത്തനങ്ങളൊക്കെ വളരെ ചെറിയ കുട്ടിയായിട്ടുള്ള ഐഷുവിൽ സ്വാതന്ത്ര്യത്തിന്റെ പുതിയ ചിന്തകൾ ഉണർത്താണ്. അവളും സ്വതന്ത്രമായിട്ടുള്ള ഒരു ഇന്ത്യയിലെ പാറി പറക്കുന്ന ഒരു ചിത്രശലഭത്തെ പോലെ എന്ത് ചെയ്യാണ്, അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിൽ ഇങ്ങനെ ഉയർന്നു പറക്കുന്നത് സ്വപ്നം കാണുകയാണ് അവള്. അപ്പൊ സ്വാതന്ത്ര്യ ദിന പുലരിയിലുള്ള ഐഷുവിന്റെ സ്കൂൾ ജീവിതം, അവളുടെ വിദ്യാലയത്തിലുള്ള സംഭവങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിൽ, സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 1-2 ചോദ്യങ്ങളൊന്ന് നമുക്ക് നോക്കാം. ഇന്ത്യ സ്വതന്ത്രയാവുന്നു, ഞാനും സ്വതന്ത്രയാവുന്നു. എന്റെ സ്വർണ്ണ ചിറകുകൾക്ക് എന്തുമാത്രം തിളക്കമാണ്. ഞാൻ പറന്നു കാണാൻ പോകുന്ന ലോകങ്ങൾക്കിനി 700 വർണ്ണങ്ങൾ അല്ലെ. സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ഐഷുവിന്റെ എന്തെല്ലാം പ്രതീക്ഷകളാണ് നോവൽ ഭാഗത്ത് തെളിയുന്നതെന്നാണ്. ഇനി വെള്ളക്കാരോ ബ്രിട്ടീഷുകാരോ ഇല്ല അല്ലെ, അവരെ പിന്താങ്ങി നിൽക്കുന്ന രാജാക്കന്മാരില്ല, വെള്ള പട്ടാളമില്ല, നാട്ടു സായിപ്പന്മാരില്ല, നമ്മൾ തന്നെ നമ്മളെ ഭരിക്കും അല്ലെ. അങ്ങനെ വളരെ ഇക്വാലിറ്റി, സമത്വസുന്ദരമായിട്ടുള്ള ഒരു ലോകത്തെ അല്ലെങ്കിൽ ഇടത്തെ എന്ത് ചെയ്യാണ്, സ്വപ്നം കാണുകയാണ്. ഇനി നമ്മുടെ കൃഷിപ്പണിക്കാരെ പിഴിയുന്ന നികുതികൾ ഉണ്ടാവില്ല, അത് പോയാൽ വരുന്ന ജപ്തികൾ ഉണ്ടാവില്ല, പിരിവുകാരുണ്ടാവില്ല, മുതലാളിമാരുടെ റൗഡിപ്പടകളില്ല, തിന്നാൻ ഭക്ഷണമില്ലാത്ത അവസ്ഥയില്ല, പൂഴ്ത്തിവെപ്പുകാരില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനി വയറു നിറയെ ഭക്ഷണം കഴിക്കും, നല്ല ഉടുപ്പുകളിട്ട് സ്കൂളിൽ പോകും, ജാതി വിവേചനങ്ങളില്ലാതെ പാറി നടക്കും അല്ലെ. ബുദ്ധിയുള്ളവരൊക്കെ പഠിച്ച് BA-ക്കാരും LLB-ക്കാരും ഒക്കെ ആവും അല്ലെ. സർക്കാർ വകുപ്പിലെ ഉയർന്ന തസ്തികകളെല്ലാം ഇനി നാട്ടിലെ വിദ്യാസമ്പന്നർ മാത്രമാവുന്നു. അങ്ങനെയൊക്കെ ഐഷുവിന് ഒരുപാട് പ്രതീക്ഷകളാണ് എന്ത് ചെയ്യുന്നത്, സ്വതന്ത്ര ഇന്ത്യയെ കുറിച്ച് ഉണ്ടായിരുന്നത്.
അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇങ്ങനെയാണ്, അവളുടെ മനസ്സ് മുഴുവനും ഒരു പീലി വിരിച്ച മയിലായി. അപ്പോൾ പൂക്കൾ ഉതിർത്തുകൊണ്ട് ദേശീയ പതാക ആദ്യമായി സ്കൂൾ അങ്കണത്തിലെ കൊടിമരത്തിലേക്ക് ചിറക് കുടഞ്ഞ് കയറി. ഇത്തരം വാക്യങ്ങൾ സന്ദർഭത്തെ ഭാവസാന്ദ്രമാക്കുന്നത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യമുണ്ട് അല്ലെ. അതായത് 10ാം ക്ലാസ്സിലെ ഉന്നത വിജയവും മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷയൊക്കെ ഐശുവിന്റെ മനസ്സിന് എന്താണ്, ഭയങ്കര സന്തോഷം നിറയ്ക്കുകയാണ്. കാരണം സ്വതന്ത്ര ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാം, കൂട്ടുകാരുടെ കൂടെ നടക്കാം, ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കാം. അപ്പൊ അങ്ങനെ ആരെയും ഭയക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ് സ്വാതന്ത്ര്യത്തോടു കൂടെ അല്ലെ. അപ്പൊ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം എന്ത് ചെയ്യാണ്, ആ സ്കൂളിന്റെ അവസാനത്തിൽ അല്ലെ, ആ ദിനവും കൂടെ വരുമ്പോ അത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യാണ്, മഴ പെയ്യുന്ന സമയത്താണ് പീലി വിടർത്തി അല്ലെ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യുന്നത്, മയിൽ നൃത്തം ചാടുന്നത് അല്ലെ. അപ്പൊ അതേപോലെ അവൾ മയിലിനെ പോലെ എന്ത് ചെയ്യാണ്, അവളുടെ മനസ്സും നൃത്തം ചെയ്യാണ് എന്നാണ് പറയുന്നത്. അതേപോലെ ഇവിടെ നോക്കൂ, പൂക്കൾ വിതറിക്കൊണ്ട് ദേശീയ പതാക സ്കൂൾ അങ്കണത്തിലെ കൊടിമരത്തിലേക്ക് ചിറക് കുടഞ്ഞ് കയറി എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതുവരെ ചിറക് ഒതുക്കിയിരുന്ന സ്വാതന്ത്ര്യം എന്ത് ചെയ്യാണ്, ചിറക് നിവർത്തി അല്ലെ, ചിറക് എന്ത് ചെയ്യുന്നു, പറക്കുന്നതായിട്ടാണ് കൊടിമരത്തിലേക്ക് അത് കയറി ഇങ്ങനെ വലിക്കുമ്പോൾ പതാക പോകുന്നതിന് പറന്ന് വിശാലമായ സ്വാതന്ത്ര്യ ലോകത്തിലേക്ക് എന്ത് ചെയ്യുന്നു, പറന്നു പോകുന്നതിനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നോവലില് ഇത്തരം പ്രയോഗങ്ങളിലൂടെ എഴുത്തുകാരി സൂചിപ്പിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നോവൽ ഭാഗമാണ്. കഥാപാത്ര നിരൂപണങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു പാഠഭാഗത്ത് നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ എന്താണ് പാഠഭാഗം എന്ന് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചത്. ഇനിയും എന്ത് ചെയ്യണം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. പരീക്ഷയ്ക്ക് എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് നമുക്ക് എല്ലാ പാഠഭാഗങ്ങളും അല്ലെ. അപ്പൊ അടുത്ത 10ാം ക്ലാസ്സിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് ഇത്. 9ാം ക്ലാസ്സിൽ നിന്ന് 10ലേക്ക് എത്തുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെ. അപ്പൊ ഈ പരീക്ഷ, ഈ ആനുവൽ എക്സാം നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. എല്ലാ സബ്ജക്ട്സിലും നല്ല മാർക്ക് വാങ്ങിയിട്ട് വേണം നമുക്ക് 10ാം ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അടിപൊളിയായിട്ട് ഇത് പഠിച്ചു വെക്കുക. ഇനിയുള്ള ഏതൊക്കെ പാഠങ്ങളാണ് മക്കൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കണ്ടാലോ. അപ്പോൾ ഇനിയും നമുക്ക് കാണാം. ബൈ.